സോ ഇന്ന് നമ്മൾ ഗെയിം ചേഞ്ചറിൻ്റെ ട്രെയിലർ റിയാക്ഷൻ വന്നിരിക്കുകയാണ്. ട്രെയിലർ ഇറങ്ങിയിട്ട് 2 ദിവസമായി. ബട്ട് നമ്മുടെ IFC മെമ്പേഴ്സിനെ കിട്ടാൻ ഇപ്പോഴാണ് അവരെ കിട്ടിയത്. ബിസിയാണ്, ഭയങ്കര ബിസിയാണ്. എല്ലാവരും ശങ്കർ സാറിൻ്റെ കമ്പാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പടം ഈ ആഴ്ച റിലീസാണ്, 10-ാം തീയതി പടം റിലീസാണ്. സോ നമുക്ക് അതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. പൊട് కడుపునిండా 100 ముద్దలతోనే ఏనుగు ఒక్క ముద్ద వదిలిపెడితే పెద్దగా దానికి వచ్చే నష్టం ఏం లేదు. ఎవరనే పెడుతుందని പറഞ്ഞു. కానీ అది లక్ష జీవానికి ఆహారం. ഷോട്ട് എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം മറ്റേ ఒక్క ముద్ద మాత్రమే. വൈറ്റ് ഷോട്ട് ഓൺലി. ഗ്രാൻഡ് കാണിക്കണ്ടേ? ഗ്ലോബൽ സ്റ്റാർ ഇപ്പോഴും ശിവാജി വൈബ് അടിക്കുന്നു. അതെ അതെ, ശിവാജിയും മുതൽവൻ്റെയും കൂടെ ഒരു മിക്സ് പോലെ. ഈ ഷോട്ടുകളൊക്കെ ഇതുപോലെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്നു. ആലപ്പുഴ അണ്ണൻ IPS-ഉം IAS-ഉം ആണ്. അച്ഛനും പോലും അല്ല അതല്ലേ? അച്ഛനും അത് വേറെ ഉണ്ട്. ട്രിപ്പിൾ റോളാണോ അതോ IPS കിട്ടി പിന്നെ IAS ആവുന്നതാണോ? బాడీ మాత్రం సైడ్ అవుతుంది. ఎవరైనా మీ భార్యని కొన్ని సెకండ్స్ గుర్చి గుర్చి చూసుకొని ఇలా వదిలేస్తారు సార్. కానీ ఎవరో ఒక్క సెకండ్ నుంచి చూడలేదు. అవును సార్. నీకు నాకు సెటప్. ఒక మంచి జరగాలంటే ఏళ్లతో కూడా ఎదురు చూడకూడదు మామ. ఒప్పుకో. ലഞ്ചം ലഞ്ചം ലഞ്ചം. കൂർഗൊക്കെയാണ് തോന്നുന്നല്ലേ? ആന്ധ്രാപ്രദേശ് പണം. ജയറാമേട്ടൻ്റെ ജനമേട്ടുണ്ട് ജനമേണ്ട. വൈഡ് ആംഗിളിലാണല്ലേ മൊത്തം. അതാ പറഞ്ഞേ, ഗ്രാൻഡായിട്ട് തോന്നുന്നില്ല. ആരാ മെസ്സിക്കാരൻ? തമൻ തമൻ. నువ్వు 5 సంవత్సరాలు మాత్రమే మినిస్టర్. నేను చనిపోయే వరకు IAS. అర్థమైందిరా? అయిందా? రాసురా రానా రాకి రాసాకి సార్. I'm unpredictable. ഓഹേ, അതൊക്കെ ഉണ്ടോ? അതൊക്കെ മറ്റേ അവിടെ കൈയടിക്കാനുള്ള ഐറ്റമാണ്. വെറൈറ്റിയാണ്. അതെ, അതായത് ഇത് കാണുമ്പം നമ്മൾ കുറച്ച് വർഷം മുമ്പ് കണ്ട ഒരു ശങ്കർ പടത്തിന്റെ ഒരു. പക്ഷേ ഈ ട്രെയിലർ കെട്ട് ബഹളോ മറ്റേ ഇങ്ങനെ ഒരു താളവോ ഒന്നുമില്ല മൊത്തത്തിൽ. അതായത് പടത്തിൽ ഇങ്ങനെ എന്തൊക്കെ വിഷ്വലി എന്തൊക്കെ സംഭവം ഉണ്ടോ അതെല്ലാം ഇങ്ങനെ എറിഞ്ഞേക്കുവാണ്. അതായത് കാണുന്നവർക്ക് എല്ലാവർക്കും സംഭവം ഇറുക്ക് എന്ന് തോന്നണം. അതാണ്. ഈ ഒരു റീല് കണ്ടായിരുന്നല്ലോ ശങ്കർ, ഈ പാട്ടുകളെല്ലാം കൂടി 75 കോടിയാണ്. അത് പുള്ളി പറഞ്ഞല്ലേ, നമ്മുടെ ദിൽരാജു. അപ്പൊ അത് കേട്ട് രാംചരൺ ഒന്ന് ഞെട്ടുന്നു. 75 കോടിക്ക് 5 പാട്ട്. ആലോചിച്ച് നോക്കിയേ, ഈ 75 കോടി ഉണ്ടെങ്കിൽ മലയാളത്തിൽ എത്ര സിനിമ ചെയ്യാന്ന് ആലോചിച്ചിട്ടുണ്ട്. ടോട്ടൽ പടം 450 കോടിയാണ്. അതെ, അങ്ങനെ റിക്കവർ ചെയ്യുന്ന സാധനമാണ്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ രാംചരനൊക്കെ ഈ RRRന് ശേഷം ഉണ്ട് ഇവർക്ക് ഉണ്ടായ ഒരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് അത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. മാർക്കറ്റ് കൊണ്ട് പുള്ളി അത്രയും മേടിക്കുകയും ചെയ്യും. പിന്നെ പൈസ വാങ്ങിക്കുമല്ലോ. 200 കോടി ഇവർ വാങ്ങിക്കും, ബാക്കി 200 കോടിയിൽ എല്ലാം ഉണ്ടാക്കണം. അതിൽ 75 കോടിക്ക് 5 പാട്ട് ചെയ്യണം. മിച്ചമുള്ള പൈസയിൽ ബാക്കിയുള്ള സീനൊക്കെ തട്ടിക്കൂട്ടാം. അതാ പരിപാടി. എല്ലാവരുടെയും ബാങ്ക്. പക്ഷെ പാട്ടെല്ലാം ഗ്രാൻഡാണ്. പക്ഷെ അതിന്റെ ഗ്രാൻഡ് അത് പടം മൊത്തത്തിൽ അങ്ങനല്ലേ. ഇപ്പൊ എല്ലാം ഇപ്പൊ എനിക്കൊന്ന് ഇന്ത്യൻ ടൂവിനകത്ത് മാത്രമാണ് നമ്മൾ ഇത്രയും ഗ്രാൻഡ്നെസ് ഇല്ലാത്തൊരു പടം തോന്നിയത് അല്ലേ. പക്ഷെ ഇതില് കുറച്ചുകൂടെ അത്രയും ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഒരു ഫീല് കാണാനുണ്ട്. അതായത് ഒരു പഴയകാല ശങ്കർ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ ശരിക്കും നമ്മള് റിമൈൻഡ് ചെയ്യുന്നില്ല. കുറെ ഫാദറാണ്, അതായത് മറ്റേ ഫാർമർ അച്ഛൻ, വ്യവസായി, കോളേജ് സ്റ്റുഡന്റ് ആയിട്ടുണ്ട്, IPS ഉണ്ട്, IAS ഉണ്ട്. നമ്മളൊരു പാട്ട് റിയാക്ട് ചെയ്തപ്പോൾ ഇത് കളർഫുൾ അത് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അത് മറ്റേ ഇതിലെടുത്ത അത് അതിന്റെ താഴെ ഒരാൾ കമന്റിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാമറ എടുത്തിട്ടാണ് അവർ അങ്ങനെ ഈ കളർ ഗ്രേഡിൽ അത്രയും ഡീപ്പായിട്ട് അങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ
അല്ലാതെ പറഞ്ഞ ടെക്നോളജി കൊണ്ടുവരും. അതായത് ചുമ്മാ പൈസ മുടക്കിയിട്ട് വെറുതെ ചെയ്യല്ല, അവർ അതിനകത്ത് കുറച്ചധികം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് പറഞ്ഞ എല്ലാ ബുദ്ധിപരമായി ഇതിന്റെ പിന്നിലും ഇപ്പം നോർമൽ പടത്തില് സ്ക്രിപ്റ്റിലായിരിക്കും ഒരു എഫേർട്ട്, ഇതിനകത്ത് സ്ക്രിപ്റ്റിൽ എഫേർട്ട് വേണം, എന്നാലും അത് പ്രസന്റേഷനിലെ എഫേർട്ട് പലരും മറന്നു പോകാറുണ്ട്. ഇപ്പം അങ്ങനെ ഒരു സാധനം വേണം എന്ന് തീരുമാനിക്കണം, പിന്നെ അതിനകത്ത് എങ്ങനെ അതെങ്ങനെ എത്തിക്കാൻ പറ്റണം, അതിന് എത്രത്തോളം ടെക്നോളജി ആവശ്യമുണ്ട്, അതിന് എത്രത്തോളം എമൗണ്ട് വേണം, എന്തോരം എഫേർട്ട് വേണം, എന്തോരം ടൈം വേണം, ഇതെല്ലാം നടന്നാൽ ഇവർ ഉദ്ദേശിക്കുന്ന പോലെ ഈ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. തമന്നയുടെ ഒരു ഇന്റർവ്യൂവിനകത്ത് ഏതോ ഒരാളെ ഗ്ലാമറിനെ കുറിച്ച് പുച്ഛിച്ച്, ഗ്ലാമർ അത്ര ഇതല്ല, പക്ഷേ തമന്നേന്ന് പറഞ്ഞു അതിനൊരു വാല്യൂ കാണുന്ന കുറച്ച് പേരുണ്ട്. അപ്പം അവരിന്ന് ഡിസൈഡ് ചെയ്യണല്ലോ എത്ര പേര് അതിന്റെ പിന്നിൽ വർക്ക് ചെയ്താലാണ് ആ ഒരു ഷോട്ടിനകത്ത് ആ 2 വ്യക്തികൾ അത്രയും ഭംഗിയായിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ എല്ലാ എലമെന്റും ശങ്കറിന്റെ വേൾഡ് വേറൊരു വേൾഡാണ്, ഭംഗിക്കാണ് കൂടുതൽ. അത് പുള്ളി ബേസിക്കലി പണ്ട് പോലെ തിയേറ്ററിൽ കയറുന്ന ഒരാൾ, ഒരു 150 രൂപ കൊടുക്കുന്ന ഒരാള് കാണാൻ, അതായത് സ്റ്റാർട്ട് ടു എൻഡ് 2-2.5 മണിക്കൂർ അവർക്ക് ഒരുപാട് സംഭവം കൊടുക്കുക. ഈ പറഞ്ഞ പോലെ അവർ കാണാത്ത കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക, പുതിയ ഐഡിയാസ് പരിചയപ്പെടുത്തുക, അതുപോലെ കുറച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുക. അതായത് അന്ന് പുള്ളിയുടെ പരിപാടികളിൽ പുള്ളിയുടെ സിനിമയിലുള്ള ഒരുപാട് എലമെന്റുകൾ ഇവർ കോമൺ ഓഡിയൻസിനടുത്തേക്ക് എത്തിക്കുകയാണ്. അതേ പരിപാടിയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ. ഇത് ബേസിക്കലി എഡ്യൂക്കേഷനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ എന്താ പറയുക പ്രോപ്പർ എൻ്റർടൈൻമെൻ്റ് ആണ് സ്റ്റാർട്ട് ടു എൻഡ്. അതായത് രാം ചരൺ ആരാധകർക്ക് ഇത് ഭയങ്കര ട്രീറ്റ് ആയിരിക്കും 100%. എസ്പെഷ്യലി ഇത് തെലുങ്കിൽ ഭയങ്കരമായിട്ട് വർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ബാക്കി എല്ലായിടത്തും ഈ പറഞ്ഞ മൂവീസിന്റെ കുറെ എലമെന്റ്സ് ഒരു നൊസ്റ്റാൾജി പോലെ അങ്ങനെ ഒരു എലമെന്റ് ഉള്ള പുള്ളിയുടെ പടങ്ങളിലുള്ള സാധനമാണ്. അത് ആ രീതിയിലും വർക്കാവുന്ന ഒരുപാട് പടങ്ങളാണ്. എനിക്ക് ബേസിക്കലി ഇപ്പം മുതൽവനും ശിവാജിയാണ് എൻ്റെ ശിവാജിയാണ് എനിക്ക് ഏറ്റവും 2 ഭയങ്കര സിമിലർ സാധനമായിട്ട് തോന്നുന്നത്. ഷോർട്സ് വൈസ് ആണെങ്കിലും ആ ഒരു പശ്ചാത്തലം എല്ലാം. അല്ല, എല്ലാ പടത്തിനും കഥ ലഞ്ചമാണല്ലോ. ഇതിനകത്ത് മറ്റേ കള്ളപ്പണം വെളുപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ലഞ്ചം ഇട്ട് ഒരു കളിയില്ല. ലഞ്ചം സംഭവം എന്താണെന്ന് അറിയാം. ശരിക്കും കള്ളപ്പണം വെളുപ്പിക്കാൻ ശരിക്കും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശങ്കറിന്റെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ ലഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ പടത്തെ എല്ലാം കൂടെ ഒരു യൂണിവേഴ്സ് ആക്കി മാറ്റും. എന്നിട്ട് ഇവരെല്ലാം ഒരുമിച്ച് വന്നിട്ട് ഒരു മെയിൻ വില്ലനെതിരെ ഒരു മീമുണ്ടല്ലോ, കള്ളപ്പണം വെളുപ്പിക്കാൻ എടുക്കുന്ന പടം 500 അതെവിടുന്നുണ്ടായിരുന്നു. സോ എനിവേ ഇത് കാണാൻ, അതായത് നമുക്ക് കാണാൻ നല്ല രസമുണ്ട്. തിയേറ്ററിൽ ഒരു വിഷ്വൽ സ്പെക്ടക്കിൾ ഇന്ത്യൻ 2 കാണണം എന്നുള്ള ആഗ്രഹത്തിന് മേലെയാണ്. അതെ, അതായത് ഇന്ത്യൻ 2-ന്റെ ട്രെയിലർ ഉണ്ടായപ്പോൾ അതിനുണ്ടാകുന്ന ഒരു ഹൈപ്പിനേക്കാൾ കൂടുതൽ ഇത് ഇത് കാണാൻ ഒരു രസം ഉണ്ടാവും. ഇതിന് മുമ്പ് എന്തുവായിരുന്നു മറ്റേ 2.0 കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യൻ 2 അല്ലേ ചെയ്യുന്നത്. 2.0 കുറെ ബഹളം ഉണ്ടായിരുന്നെങ്കിലും പ്രോപ്പർ ശങ്കർ അതിനകത്ത് ഈ പാട്ടുകളൊന്നും ഇല്ലായിരുന്നല്ലോ. അത്ര 2 പാട്ടെന്തല്ലോ ഉള്ളത്, പാട്ടിനുള്ള സ്പേസ് ഇല്ലായിരുന്നു ശങ്കറിന് ആ പാട്ട്. അതെ, ശങ്കറിന്റെ പാട്ട്. അതിപ്പം ഇത് ഇന്ത്യൻ 2-ൽ പാട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ലായിരുന്നു. എന്നിട്ടും പുള്ളി കുറച്ച് പരിപാടിയൊക്കെ കാണിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കൊമേഴ്ഷ്യൽ പക്ഷെ അതിനെ പാട്ടായിട്ട് കൂട്ടാൻ പറ്റത്തില്ല. അതിലൊരു പാട്ട് കട്ട് കളഞ്ഞില്ലേ, പടത്തിലില്ലല്ലോ. പറാക്ക അല്ല ഇവരുടെ ഒരു റൊമാൻറ്റിക് സോങ് ഉണ്ട്, അത് കട്ട് ചെയ്തല്ല മറ്റേ ഇവരുടെ 2 പേര്. അത് നല്ല പാട്ടായിരുന്നു, പക്ഷെ അത് പടത്തിൽ വെച്ചിട്ടില്ല. കാരണം അത് വെക്കാനുള്ള സ്പേസ് ഇല്ല പടം തുടങ്ങിക്കഴിഞ്ഞാൽ. സോ അപ്പോൾ ജനുവരി 10-ാം തീയതി ഗെയിം ചേഞ്ചർ റിലീസാണ്. ഈ വർഷം ഗെയിം ചേഞ്ച് ആകും. അതെ, ഈ വർഷം ശങ്കറിന്റെ ഗെയിം ചേഞ്ച് ആകും എന്നാണ്. അതെ, പടത്തില് പുള്ളി പറയുന്നത് സംഭവം അടുപ്പടിച്ചവളാണ്. അതുപോലെ RR കഴിഞ്ഞ ശേഷം രാമചരന്റെ സോളോ അല്ല, ഇതിനു മുമ്പ് വന്ന പടം ആചാര്യ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തിട്ടുള്ളൂ, ക്യാമിയോ പോലെ. ഇപ്പൊ അത് കഴിഞ്ഞ് പുള്ളി കംപ്ലീറ്റ്ലി ചെയ്യുന്ന ഒരു പടം ഇതാ RR കഴിഞ്ഞിട്ട്, അതും സോളോ. ഇത് കഴിഞ്ഞുള്ള അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ പുള്ളിയുടെ, ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ഇതിന്റെ ഇതനുസരിച്ചിരിക്കും ഇനി. ആക്ച്വലി ഈ പടത്തിന്റെ വിജയപരാജയത്തെ അനുസരിച്ചിരിക്കും ശങ്കറിന്റെ മുമ്പോട്ടുള്ള യാത്രയും അതുപോലെ രാംചരന്റെ അടുത്ത ഈ ഗ്ലോബൽ സ്റ്റാറിൽ നിന്ന് അടുത്ത യാത്രകളുടെ ഒരു കൂമ്പാരമാണ്. അതെ. സോ നമ്മൾ ജനുവരി 10-ാം തീയതി ഗെയിം ചേഞ്ചർ കാണുന്നതായിരിക്കും. ഇവർ കണ്ടില്ലെങ്കിലും ഞാൻ കണ്ടിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും.